പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിലെ 4ാമത്തെ അധ്യായമായ പ്ലാനിംഗ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാനിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? പ്ലാനിംഗ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പ്ലാനിംഗ് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പ്ലാനിംഗ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പ്ലാനിംഗ് കൺട്രോളിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. പ്ലാനിംഗ് ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെ പ്ലാനിങ്ങിൻ്റെ പോസിറ്റീവ് സൈഡുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത്. പ്ലാനിങ്ങിന് പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കുമോ ഉണ്ടാവുക? അല്ല അല്ലേ? നമുക്കറിയാം, എല്ലാ കാര്യത്തിനും അതിൻ്റെതായ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡ്സും ഉണ്ടാവും. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. അതുപോലെ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. Limitations of planning. Planning leads to rigidity. Planning may not work in a dynamic environment. Planning reduces creativity. Planning involves huge cost. Planning is a time-consuming process. Planning does not guarantee success. First one, planning leads to rigidity. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ ഓർഗനൈസേഷൻസിനും ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് മാനേജ്മെൻറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഓർഗനൈസേഷനിലെ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാ എംപ്ലോയീസും ഈ ഒരു പ്ലാൻ കറക്റ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ്സിനോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനോ എംപ്ലോയീസിനോ ഒരിക്കൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാൻ അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ആക്കാൻ വേണ്ടി സാധിക്കില്ല. അവിടെ ഈ പ്ലാനിങ് കൊണ്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാവുന്നില്ല. ബിക്കോസ് എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആണ്, റിജിഡ് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ടാവുന്നില്ല. ഇതുകൊണ്ടാണ് പ്ലാനിങ് ക്രിയേറ്റ്സ് റിജിഡിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, പ്ലാനിങ് മേ നോട്ട് വർക്ക്സ് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. നമ്മൾ 3rd ചാപ്റ്ററിൽ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചും അതിൻ്റെ ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി പഠിച്ചു. ബിസിനസ് എൻവയോൺമെൻറ്റ് പറയുന്നത് ഫ്ലെക്സിബിളാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. നമ്മൾ പ്ലാനിങ് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്ത്, നമുക്ക് എക്സാക്റ്റായി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും ഒരു പരിധി വരെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ പ്ലാനിങ് തയ്യാറാക്കുന്നത്. എല്ലാ സമയത്തും നമുക്ക് ഈ ഫ്യൂച്ചറിൽ എൻവയോൺമെൻറ്റിലുണ്ടാകുന്ന ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കൊറോണ കാരണം നമ്മളെ ലോകത്തിലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻ വളരെ മോശം അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കുറേ ബിസിനസ് ഫെയിലായിപ്പോയി. അങ്ങനെ അവർക്കൊന്നും ഇങ്ങനെയൊന്ന് എക്സാക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ 2020 കൊറോണ വരും, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നഷ്ടം സംഭവിക്കും. ഇത് എക്സാക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, കണ്ടിന്യൂസ് ആയി 2 വർഷം പ്രളയം വന്നു, അപ്പോൾ ഈ വർഷവും പ്രളയം വരുമായിരിക്കും. ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റീസ് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് മുൻകരുതൽ എടുക്കാം. ചില അൺസർട്ടനിറ്റീസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതും ഉണ്ടാവും. ഇങ്ങനെ ബിസിനസ് എൻവയോൺമെൻറ്റ്, സോഷ്യൽ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് പീപ്പിൾസിൻ്റെ ഡിമാൻഡ്, സപ്ലൈ ഇതൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ സ്ട്രൈക്ക്, പൊളിറ്റിക്കൽ കണ്ടീഷൻ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ട്രൈക്ക്, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ,
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാരണം നമ്മുടെ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നു. ബിസിനസ് എൻവയോൺമെൻറ്റ് ഡൈനാമിക് ആണ്. ഈ ഒരു ഡൈനാമിക് എൻവയോൺമെൻറ്റിൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച പ്ലാൻ എല്ലായ്പ്പോഴും ഇഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. സോ ഇതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിങ് മേ നോട്ട് വർക്ക്സ് ഇൻ എ ഡൈനാമിക് ബിസിനസ് എൻവയോൺമെൻറ്റ്. തേർഡ് പോയിന്റ്, പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. പ്ലാനിങ് ഒരു ഓർഗനൈസേഷനെ റിജിഡ് ആക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഓർഗനൈസേഷനിലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ബേസിലായിരിക്കും. ആ ഓർഗനൈസേഷൻസിലുള്ള മാനേജ്മെൻറ്റിനോ ഡിപ്പാർട്ട്മെൻറ്റ്സിനോ ബാക്കിയുള്ള എംപ്ലോയീസിനോ ഒരിക്കൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ പ്ലാനിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കില്ല. അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം അവിടെ കിട്ടുന്നില്ല. ബിക്കോസ് അധികവും ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും ഈ പ്ലാനിങ് ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ച് ആ പ്ലാൻ ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രമേ സബോർഡിനേറ്റ്സിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്ലാൻ റിജിഡായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാനുള്ള ഫ്രീഡം അവിടെ കിട്ടുന്നില്ല. ഇങ്ങനെ പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി എന്ന് പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. നല്ലൊരു പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ ഹ്യൂജ് കോസ്റ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം നല്ലൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യണം, പ്രൊഫഷണൽസുമായിട്ട് ഡിസ്കഷൻസ് നടത്തണം, ബോർഡ് റൂം മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം, സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് കണ്ടക്ട് ചെയ്യണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നല്ലൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായി വരുന്നുണ്ട്. ഇതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നല്ലൊരു പ്ലാനിങ് പ്രിപ്പയർ ചെയ്താലും പലപ്പോഴും ഈ ഒരു പ്ലാൻ കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റിന് ആ ഒരു എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്ലാനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായി വരുന്നത്. ഇതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ് പോയിന്റ്, പ്ലാനിങ് ഈസ് ടൈം കൺസ്യൂമിങ്. പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല പ്ലാനിങ്. കാരണം നമ്മൾ പഠിച്ചു നല്ലൊരു പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യണം, ബോർഡ് റൂം മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം, സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് നടത്തണം. ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും നല്ലൊരു പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനൊക്കെ ഹ്യൂജ് കോസ്റ്റും ടൈമും ആവശ്യമായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും പെട്ടെന്ന് ക്വിക്കായിട്ട് ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് നമുക്ക് ഈ പ്ലാനിങ് തയ്യാറാക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പ്ലാനിങ്ങിന് കുറേ ടൈം ആവശ്യമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ആണ് ചെയ്യുന്നത്. ഈ പ്രഡിക്ഷൻ എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. കാരണം ബിസിനസ് എൻവയോൺമെൻറ്റ് പറയുന്നത് ഡൈനാമിക് ആണ്. അത് കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഈ എൻവയോൺമെൻറ്റിൽ നിന്ന് ഈ ചേഞ്ച് ബിസിനസ്സിന് എല്ലായ്പ്പോഴും അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനിങ് എല്ലായ്പ്പോഴും സക്സസ് ആകണം എന്നുമില്ല. കാരണം ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്ത് അതിൻ്റെ ബേസിലായിരുന്നു നമ്മൾ ഈ പ്ലാനിങ് തയ്യാറാക്കുന്നത്. ഇതെല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാനിങ് ഒരിക്കലും സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഇന്ന് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.